ഹജ്ജ് കർമ്മങ്ങൾക്ക് തുടക്കം കുറിച്ച് ഹാജിമാർ മിനായിൽ സംഗമിക്കുന്നു. നാളെയാണ് ഹജ്ജിന്റെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമം. ഇതിനായി ഇന്ന് രാത്രി മുതൽ ഹാജിമാർ അറഫയിലേക്ക് നീങ്ങിത്തുടങ്ങും. 1.25 ലക്ഷം ഇന്ത്യക്കാരടക്കം 20 ലക്ഷത്തിനടുത്ത് ഹാജിമാർ മിനായിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രി മുതൽ ബസ്സുകളിൽ മക്കയിലെ താമസ സ്ഥലത്ത് നിന്നും ഹാജിമാർ മിനായിലേക്ക് ഒഴുകി തുടങ്ങിയിരുന്നു. പുലർച്ചെയോടെ ഭൂരിഭാഗം ഹാജിമാരും മിനായിലെത്തി. യോമു തർവിയ എന്നാണ് ദുൽഹജ്ജ് മാസത്തിലെ ഈ 8ാം ദിനം അറിയപ്പെടുന്നത്. മുൻകാലങ്ങളിലാണെങ്കിൽ ഇവിടെ നിന്നായിരുന്നു വെള്ളം ശേഖരിക്കുകയും 9 ആവശ്യമായ വിഭവങ്ങൾ ക്രമീകരിക്കുകയും ചെയ്തിരുന്നത്. ഇന്ന് അത്തരം അടിസ്ഥാന സൗകര്യങ്ങൾ ക്രമീകരിക്കേണ്ട ആവശ്യമില്ലെങ്കിലും മാനസികമായി പാകപ്പെടുകയും നാളെ അറഫയിലേക്ക് പോവുകയാണ് എന്ന അർത്ഥത്തിൽ അള്ളാഹുവിനോട് മാനസികമായി അടുക്കുകയും ചെയ്യുക എന്നതാണ് ഇവിടുത്തെ ആത്മീയമായ മൂല്യം. നാളെയാണ് ഹജ്ജിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമം. വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളായ അറഫയും അതിനുശേഷം വരുന്ന യൗമുൻ നഹറിന് മുമ്പുള്ള ഒരു മാനസികമായ ആത്മീയമായ ഒരു തയ്യാറെടുപ്പാണ് യഥാർത്ഥത്തിൽ മിനയിലുള്ളത്. മിനയിൽ ഹാജിമാർ കൂടുതലും തൽബിയത്തും അതോടൊപ്പം തന്നെ തക്ബീറും തഹ്ലീലും ഒക്കെയായി കൂടുതൽ സമയം ചെലവഴിച്ച് തമ്പുകളിൽ കഴിഞ്ഞുകൂടുകയാണ് ചെയ്യുക. ഇന്ന് രാത്രി മുതൽ അറഫയിലേക്ക് ഹാജിമാർ നീങ്ങും. നാളെ സൂര്യാസ്തമയം വരെ ഹാജിമാർ അവിടെ പാപമോചന പ്രാർത്ഥനകളുമായി തങ്ങണം. പിന്നീട് മുസ്തലിഫയിൽ രാപ്പാർത്ത് മിനായിലേക്ക് തിരികെ എത്തും. കല്ലേറ് കർമ്മം, ഹജ്ജിന്റെ തവാഫ്, ബലികർമ്മം എന്നിങ്ങനെ കിലോമീറ്ററുകൾ താണ്ടേണ്ട തിരക്കേറിയ യാത്രയിലേക്കാണ് ഹാജിമാർ ഇനി പ്രവേശിക്കാൻ പോകുന്നത്. ഹജ്ജിന്റെ ആത്മാവിലേക്ക് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും എത്തിപ്പെടാനുള്ള ഒരുക്കത്തിലാണ് തീർത്ഥാടകർ. അറഫയിൽ നിന്നും സാബി സലീമിനൊപ്പം അഫ്താബ് റഹ്മാൻ, മീഡിയ 1.